വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദ് ചെയ്തത് സൗദി ഉൾപ്പെടെ 4 രാജ്യങ്ങളിലെ യാത്രക്കാരെ നേരിട്ട് ബാധിക്കും. പെരുന്നാൾ അവധിക്ക് ടിക്കറ്റ് എടുത്ത പ്രവാസികളും പുതിയ ടിക്കറ്റ് കിട്ടാനുള്ള നെട്ടോട്ടത്തിലാണ്. സൗദി വ്യോമാതിർത്തിയിലൂടെ ഖത്തറിലേക്ക് പോകുന്ന ഇതര വിമാന കമ്പനികളും മുൻകൂട്ടി അനുമതി വാങ്ങണമെന്ന് സൗദി സിവിൽ ഏവിയേഷൻ മുന്നറിയിപ്പ് നൽകി. ഖത്തറുമായുള്ള അഭിപ്രായ ഭിന്നത വിമാന സർവീസുകളെ ബാധിച്ചതോടെ വരും ദിവസങ്ങളിൽ 4 GCC രാജ്യങ്ങളിലെ യാത്രക്കാർ ഏറെ പ്രയാസപ്പെടേണ്ടി വരും. സൗദി എയർലൈൻസ്, ഖത്തർ എയർവേസ്, എമിറേറ്റ്സ് എയർലൈൻസ്, ഇത്തിഹാദ്, ഫ്ലൈറ്റ് ദുബായ്, ഗൾഫ് എയർ തുടങ്ങി നിരവധി വിമാന കമ്പനികളുടെ യാത്രക്കാരാണ് വെട്ടിലായത്. ഗൾഫ് സഹകരണത്തിന്റെ ആനുകൂല്യത്തിൽ ട്രാൻസിറ്റ് സൗകര്യം ഉപയോഗപ്പെടുത്തി ഇതര ഗൾഫ് രാജ്യങ്ങളിലൂടെ വിദേശ രാജ്യങ്ങളിലേക്ക് ടിക്കറ്റ് എടുത്തവരാണ് പ്രതിസന്ധിയിലായത്. യഥാർത്ഥത്തിൽ ഈ സമയത്ത് വെക്കേഷന് പോകുന്ന അധിക പ്രവാസികളും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് എടുത്ത ടിക്കറ്റുകളിലാണ് ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ടിക്കറ്റുകൾ ഈ സമയത്ത് പോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇനി അവർ ടിക്കറ്റുകൾ മാറ്റുന്ന സമയത്ത് വളരെ ഭീമമായ ഒരു നഷ്ടം അവർ സഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. ടിക്കറ്റ് നിരക്കിലെ ഇളവാണ് ഇടത്താവളങ്ങൾ വഴിയുള്ള സർവീസുകളിലേക്ക് യാത്രക്കാരെ ആകർഷിച്ചത്. പെരുന്നാളും സ്കൂൾ അവധിക്കാലവും പടിവാതിലിലെത്തി നിൽക്കെ യാത്രാവിലക്ക് പ്രവാസികളെയും സാരമായി ബാധിക്കും. നിലവിലുള്ള ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നവർക്ക് വലിയ തുക കൊടുത്താലും പുതിയ ടിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യമാണ് വരും ദിവസങ്ങളിലുണ്ടാവുക. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്.